സ്ത്രീകളെക്കുറിച്ച് സിനിമകൾ പറയണമെന്നുള്ള ഒരു ഇതിൽ ആശയത്തിലല്ല ചെയ്ത സിനിമകൾ ഈ മൂന്നും. എനിക്ക് ചുറ്റുമുള്ള കഥകളാണ് ഞാൻ സിനിമ ആക്കുന്നത്. പിന്നെ അത് വളരെ പേഴ്സണലായിട്ട് അവരുടെ കഥ പറയുന്നു. അപ്പോൾ ആ കഥ പറയാൻ ഞാൻ ഇപ്പോൾ ചെയ്ത മൂന്നും യാദൃശ്യമായിട്ട് അത് പറയാൻ നല്ലത് ഈ ഫീമെയിൽ ക്യാരക്ടേഴ്സിലൂടെയാണ് തോന്നി. നല്ല പ്രതീക്ഷയാണ്, ആളുകൾ ഏറ്റെടുക്കുന്നുള്ളൊരു വിശ്വാസമുണ്ട്. നമ്മുടെ നായിക മികച്ച നടിക്കുള്ള പുരസ്കാരം ഉർവശി ചേച്ചിയുടെ കിട്ടിയുള്ളതാണ്. അപ്പോൾ അവരുടെ അഭിനയം കാണാനെങ്കിലും കുറച്ച് പേര് വരുന്നുള്ളൊരു വിശ്വാസമുണ്ട്. തടവ് സിനിമയുടെ ഡയറക്ടർ ഫാസിൽ റസാഖ് നമുക്കൊപ്പം. ഹായ് ഫാസിൽ. ഹലോ. ഈ സിനിമ IFFK വേദിയിലൊക്കെ വലിയ അംഗീകാരങ്ങളും അതോടൊപ്പം തന്നെ മൗത്ത് പബ്ലിസിറ്റിയും കിട്ടിയ സിനിമയാണ് അല്ലേ? അത് തിയേറ്ററിലേക്ക് വരുമ്പോൾ ഉള്ളൊരു ചിന്ത എന്താ? ഫെസ്റ്റിവൽ ഓഡിയൻസ് അല്ലല്ലോ തിയേറ്ററിലേക്ക് കാണാൻ പോകുന്നത്, അപ്പോൾ എന്താ ആലോചിക്കുന്നത്? അല്ല, കൂടുതൽ പേരിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു തിയേറ്റർ റിലീസ് ഒക്കെ പ്ലാൻ ചെയ്തത്. അപ്പോൾ അതുപോലെ ആളുകൾ കണ്ടിട്ട് കൂടുതൽ പേരിലേക്ക്, അവർക്ക് ഇഷ്ടപ്പെട്ട് കൂടുതൽ പേരിലേക്ക് എത്തുന്നുള്ളൊരു വിശ്വാസത്തിലാണ്. ഈ ഫെസ്റ്റിവലിന് വേണ്ടി എടുത്ത സിനിമയായിരുന്നു അല്ലെങ്കിൽ മനസ്സിൽ? അല്ല, നമുക്ക് എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം ചേർന്ന് നമുക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ, പിന്നെ നമുക്ക് എല്ലാവർക്കും സിനിമ ഇഷ്ടമാണ്. അപ്പോൾ നല്ലൊരു സിനിമ ചെയ്യുക, അതിനൊക്കെ വേണ്ടി എടുത്താണ്. വെറും ഫെസ്റ്റിവൽ മാത്രമല്ല, മറ്റേ ഇനി മുന്നോട്ടുള്ള വർക്കിനും അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്കെയിലൊരു സിനിമ എടുക്കുക, ആ ഒരു ചിന്തയിലൊക്കെ എടുത്ത സിനിമയാണ് തടവ്. അപ്പോൾ ഇത് എടുക്കുമ്പോൾ തന്നെ തിയേറ്റർ റിലീസ് എന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു അല്ലേ? തിയേറ്റർ റിലീസ് അല്ല, നമുക്ക് പ്ലാറ്റ്ഫോം ആയാലും ഡയറക്റ്റ് അങ്ങനെ കൊടുക്കാം, അങ്ങനെ പല രീതിയിലുള്ള ചിന്ത ഉണ്ടായിരുന്നു. ആദ്യം ഏറ്റവും പ്രധാനം സിനിമ ചെയ്യാന്നുള്ളതായിരുന്നു. അപ്പോൾ ആ ഐഡിയ കിട്ടിയപ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് ചെയ്യാം, അങ്ങനെ എല്ലാവരും കൂട്ടി നമ്മൾ ഡിസ്കസ് ചെയ്ത് ഷൂട്ട് തുടങ്ങി. ഈ ഫെസ്റ്റിവലിന് കിട്ടുന്നൊരു ഊർജ്ജം ഭയങ്കര രസമാണല്ലോ. പ്രത്യേകിച്ച് ഫിലിം ലവേഴ്സ് മാത്രം വരുന്ന ഒരു സ്ഥലത്തുനിന്ന് ഒരു സിനിമയ്ക്ക് നല്ല പേര് കിട്ടുക എന്നുള്ളത് ഭയങ്കര രസമുള്ളൊരു അത് എങ്ങനെയാണ് അവിടെ നിന്ന് കിട്ടുന്നൊരു ഊർജ്ജം എങ്ങനെയാണ്? അത് ഇപ്പോൾ നമ്മളെപ്പോഴുള്ള ഫിലിം മേക്കേഴ്സിന് ഇപ്പോൾ ഒരു വേദി കിട്ടുന്ന ഫെസ്റ്റിവൽസ് ഒക്കെയാണ്. അപ്പോൾ അവിടെയുള്ള ആളുകൾ സിനിമ കണ്ടിട്ട് വളരെ ഓപ്പണായിട്ട് നമുക്ക് കുറ്റം പറയും, എല്ലാ രീതിയിലും നമ്മളെ സിനിമയെ പറ്റി പറയും. അപ്പോൾ നമുക്ക് കൂടുതൽ സിനിമയെ പറ്റി അറിയാനും നമ്മുടെ വർക്കുകൾ മെച്ചപ്പെടുത്താനും ആ രീതിയിലൊക്കെ സഹായിക്കും ഫെസ്റ്റിവൽ സർക്കിളും ഫെസ്റ്റിവൽസും. അപ്പം അങ്ങനെയൊക്കെയാണ് ഫെസ്റ്റിവൽസിനെ നോക്കി കാണുന്നത്. ഈ നമ്മളിപ്പം സിനിമ ഇഷ്ടപ്പെടുന്നവർ വരുന്നൊരു വേദിയാണ് ഫെസ്റ്റിവൽസ്. അവിടെ നമുക്കൊരു സിനിമ ഇഷ്ടപ്പെടുക എന്നുള്ളതും കുറച്ച് ടാസ്ക്കാണ് അല്ലേ? കാരണം അവിടെ ഒരുപാട് സിനിമകളോട് എക്സ്പോസ്ഡ് ആണ്. അപ്പം അവിടെ ഒരു നല്ല പേര് ഒരു സിനിമയ്ക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ ഫെസ്റ്റിവൽ സ്ഥിരമായി പോകുന്ന ഒരാൾ അവിടുത്തെ ഒരു അന്തരീക്ഷം എങ്ങനെയാണ് ഒരു ഫിലിം മേക്കർ എന്ന രീതിയിൽ സ്വാധീനിക്കുന്നത്? പുറത്തുനിന്നുള്ള സിനിമകളൊക്കെ കൂടുതലും കണ്ടു തുടങ്ങിയത് ഫെസ്റ്റിവൽസിന് പോയിട്ടാണ്. പിന്നെ ഫെസ്റ്റിവൽസിലുള്ള സിനിമാ ചർച്ചകൾ, പിന്നെ പല രീതിയിലുള്ള സിനിമകൾ നമുക്ക് കാണാൻ പറ്റുന്നു, ഫിലിം മേക്കേഴ്സായിട്ട് അടുത്ത് സംസാരിക്കാൻ പറ്റുന്നു. അപ്പോൾ നമ്മൾ സിനിമ അവിടെ എത്തണം, നമ്മൾ സിനിമകളും അങ്ങോട്ട് കൊണ്ടുവരണം, ആ ഒരു ചിന്തയൊക്കെ പണ്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ 5ാമത്തെ IFFKയിലാണ് ഞാൻ സ്വന്തം സിനിമയായിട്ട് പോകുന്നത്. അത്രയും കാലം ഡെലിഗേറ്റ് ആയിട്ടാണ് പോയിരുന്നത്. അപ്പോൾ പിന്നെ അവിടുന്ന് കിട്ടുന്ന ആളുകളുടെ അഭിപ്രായങ്ങൾ, അപ്പോൾ അത് വളരെ ഓപ്പൺ ആയിട്ടുള്ള, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും രണ്ട് രീതിയിലവർ പറയുന്നു. അങ്ങനെ അതൊക്കെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഈ 5 വർഷമായിട്ട് 5ാമത്തെ സിനിമയാണെന്ന് പറഞ്ഞല്ലോ. അല്ല, 5ാമത്തെ വർഷം പോയപ്പോഴാണ് ഫസ്റ്റ് സിനിമ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പൊതുവേ ഈ ഫെസ്റ്റിവൽസിന് പോകുമ്പോഴേ മലയാള സിനിമകൾ കാണുന്നൊരു ശീലമുണ്ടോ? കാരണം പല മലയാളികളും പറഞ്ഞു കേൾക്കാറുണ്ട് മലയാള സിനിമ പിന്നെയും കിട്ടുമല്ലോ, അതർ കൺട്രീസ് എന്നൊക്കെ വരുന്ന സിനിമകൾ കാണാനാണ് കൂടുതൽ താല്പര്യം. അങ്ങനെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു? ഞാൻ ഇപ്പോൾ ഫെസ്റ്റിവൽസിന് പോയാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും നല്ല സിനിമകൾ ഏതൊക്കെയാണ്, ആളുകൾ പറഞ്ഞു തുടങ്ങും. അല്ലെങ്കിൽ പുറത്ത് ഫെസ്റ്റിവൽസിൽ ശ്രദ്ധിക്കപ്പെട്ട സിനിമകൾ. ഞാൻ മലയാള സിനിമകളും കാണാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു സിനിമേനെ ഒഴിവാക്കൽ അല്ലെങ്കിൽ അങ്ങനെ പ്രാധാന്യം കൊടുക്കാറില്ല. അത് എല്ലാവരും അങ്ങനെ ആവും. അവർക്ക് ഇഷ്ടപ്പെട്ട, അവർക്ക് വർക്കാവുന്ന രീതിയിലുള്ള സിനിമകളൊക്കെയാണ് അവർ ചൂസ് ചെയ്യുക. ചില ആൾക്കാർ ഇറാൻ സിനിമകൾ മാത്രം കാണും, ചിലർ മലയാള സിനിമകൾ മാത്രമേ കാണുള്ളൂ, സബ്ടൈറ്റിൽ വായിക്കാൻ വയ്യ. അപ്പോൾ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾ ചെയ്ത നമ്മുടെ ഷോർട്ട് ഫിലിംസിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ആട്ടെ, തടവുന്ന സിനിമയാണെങ്കിലും ഒരു സ്ത്രീകളുടെ വിഷയങ്ങൾ എന്ന് വെച്ചാൽ പലപ്പോഴും സ്ത്രീകൾ ചെയ്യുമ്പോൾ സ്ത്രീകളുടെ വിഷയങ്ങളെ പറയുന്നുള്ളൂ, ആ രീതിയിലൊക്കെ കാറ്റഗറൈസ് ചെയ്യപ്പെട്ടു പോകാറുണ്ട്. പക്ഷേ ഇത് ഭയങ്കര രസമായിട്ട് അവരുടെ ഇമോഷനിലൂടെ കടന്ന്, അതുപോലെ തന്നെ പറയാറുണ്ടല്ലോ സ്ത്രീകൾ എഴുതുമ്പോഴാണ് സ്ത്രീകളുടെ വിഷയങ്ങൾക്ക് കൂടുതൽ ഡെപ്ത് ഉണ്ടാകുക എന്നൊക്കെ. പക്ഷേ ഇത് കാണുമ്പം അങ്ങനെയല്ല, അത്രയും അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കി ഉൾക്കൊണ്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ട്രാവൽ എങ്ങനെയാണ്? അത് സ്ത്രീകളെക്കുറിച്ച് സിനിമകൾ പറയണമെന്നുള്ള ഒരു ഇതിൽ ആശയത്തിലല്ല ചെയ്ത സിനിമകൾ ഈ മൂന്നും. എനിക്ക് ചുറ്റുമുള്ള കഥകളാണ് ഞാൻ സിനിമ ആക്കുന്നത്. പിന്നെ അത് വളരെ പേഴ്സണലായിട്ട് അവരുടെ കഥ പറയുന്നു. അപ്പോൾ ആ കഥ പറയാൻ ഞാൻ ഇപ്പോൾ ചെയ്ത മൂന്നും യാദൃശ്യമായിട്ട് അത് പറയാൻ നല്ലത് ഈ ഫീമെയിൽ ക്യാരക്ടേഴ്സിലൂടെയാണ് തോന്നി. അപ്പോൾ അങ്ങനെ പ്ലേസ് ചെയ്തതാണ്. ഇപ്പോൾ ഈ തടവിലാണെങ്കിൽ നമ്മുടെ ലീഡ് അംഗനവാടി ടീച്ചറാണ്. കേരളത്തിലെ അംഗനവാടി ടീച്ചർ എന്ന് പറയുമ്പോൾ സ്ത്രീകളാണ്. അപ്പോൾ നമുക്ക് ആ സ്ത്രീനെ അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ആ പ്ലോട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. അതൊക്കെ നമ്മൾ ഫിലിം മേക്കർ ചൂസ് ചെയ്യുന്നതാണ്, സ്ത്രീ വേണോ പുരുഷൻ വേണോ. ആദ്യം മനസ്സിലുണ്ടാകുന്ന ഒരു ആശയം തന്നെ ആയിരിക്കും അല്ലേ, അതിനുശേഷം അത് ഡെവലപ്പ് ചെയ്യണോ?
അത് ഇപ്പോൾ പല സിനിമകളും പല രീതിയിലാണ്. ഇപ്പോൾ തടവിലാണെങ്കിൽ ഓൾറെഡി ആ ക്യാരക്ടറും അതുപോലെ ആ ഒരു അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ക്യാരക്ടേഴ്സൊക്കെ നമ്മുടെ അടുത്ത് എൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ ആ പ്ലോട്ട് കിട്ടിയപ്പോൾ അത് ഒന്നിപ്പിച്ചു. അപ്പോൾ പക്ഷേ എല്ലാം സിനിമകൾക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ചില സിനിമയ്ക്ക് ചിലപ്പോൾ ടൈലൻ്റ് ആവും കിട്ടുക, അല്ലെങ്കിൽ തുടക്കമാവും കിട്ടുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസിഡൻ്റ് ആവും കിട്ടുക. അപ്പോൾ അത് പല റൈറ്റേഴ്സിനും അങ്ങനെ തന്നെ ആവും. അപ്പോൾ ഇങ്ങനൊരു ആശയം വന്നിട്ട് എഴുതായിരിക്കണം, അല്ലാണ്ട് ഒരു കംപ്ലീറ്റ് ഫോം ആയിട്ടല്ല എഴുതായിരിക്കുക. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചിലവരിങ്ങനെ എഴുതി പോകുമ്പോൾ എന്താണോ വരുന്നത് അപ്പോൾ നെക്സ്റ്റ് സീൻ നമുക്ക് അറിയാൻ പറ്റില്ല, അങ്ങനെ എഴുതുന്നവരുണ്ട്. ഞാൻ ഇങ്ങനെ മുഴുവൻ പിക്ചർ ആയതിനു ശേഷമാണ് എഴുതാനിരിക്കുന്നത്. അതായത് ഫുൾ സ്ക്രീൻ പ്ലേ ഒരു അത്രയും സീൻ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എഴുതിയേക്കാം എന്ന് പറയുമ്പോൾ അതായത് മനസ്സിലൊരു ബിഗിനിങ് ടു എൻഡ് വന്നിട്ട് എഴുതായിരിക്കും. പക്ഷെ ഇപ്പോൾ തടവിൽ അങ്ങനെ ആയിരുന്നു. പക്ഷെ അടുത്ത സിനിമയ്ക്ക് വേറെ രീതിയിൽ അടുത്ത സിനിമയുടെ പ്രോസസ് എന്താ? അത് നടന്നുകൊണ്ടിരിക്കുന്നു. എഴുത്ത് കംപ്ലീറ്റ് ആയി, നമ്മൾ പ്രൊഡക്ഷനൊക്കെ ആയിട്ട് സംസാരിക്കുന്നു. ഉടനെ ഷൂട്ട് ഉണ്ടാവുന്നു. തടവ് ഇതിനു മുമ്പത്തെ IFFK-ലായിരുന്നല്ലോ വന്നത്. അപ്പൊ ഒരു റിലീസ് തിയേറ്ററിലേക്ക് എത്താൻ കുറച്ച് നീണ്ടുപോയതിന് അതെന്തെങ്കിലും? അത് നമ്മള് മറ്റുള്ള സിനിമകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ സിനിമയാണ്. ചെറിയ സിനിമ മീൻസ് നമുക്ക് വലിയ വലിയ ആർട്ടിസ്റ്റുകളില്ല, വലിയ പ്രൊഡക്ഷൻ ബാനറുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ തിയേറ്റേഴ്സ് കിട്ടാനും ഡിസ്ട്രിബ്യൂട്ടറൊക്കെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് എല്ലാ ചെറിയ സിനിമക്കാരും സംഭവിക്കുന്നതാണ്. നമ്മൾ പക്ഷേ തിയേറ്ററിലേക്ക് എത്തിക്കുക, ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. തിയേറ്റർ ഓഡിയൻസ് എങ്ങനെ എടുക്കുക എന്നുള്ളൊരു കൗതുകം ഉണ്ടോ? നല്ല പ്രതീക്ഷയാണ്, ആളുകളെ ഏറ്റെടുക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പിന്നെ നമ്മുടെ നായിക മികച്ച നടിക്കുള്ള പുരസ്കാരം ഉർവശി ചേച്ചിയുടെ കൂടെ കിട്ടിയ ആളാണ്. അപ്പൊ അവരുടെ അഭിനയം കാണാനെങ്കിലും കുറച്ച് പേര് വരുന്നുള്ളൊരു വിശ്വാസമുണ്ട്. അവരെ കണ്ടിട്ട് പറയട്ടെ. ഈ IFFK-ൽ തടവ് കണ്ടിട്ടേ എല്ലാവരും അവരുടെ പെർഫോമൻസിനെ കുറിച്ച് വാദോരാതെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്ന ഒരാൾ കൂടിയാണ് അല്ലെ, ഷോർട്ട് ഫിലിമിലൊക്കെ ഭാഗമായിട്ടുണ്ട്. അല്ലാണ്ട് ഇനി പൊതുവെ ക്യാരക്ടേഴ്സിനെ കണ്ടെത്തുന്നതുണ്ടല്ലോ, ആ ഒരു പ്രോസസ്സ് എങ്ങനെയാ? ഇപ്പോൾ എഴുതുമ്പോൾ തന്നെ നമുക്ക് ചില ആൾക്കാരുടെ ഇവർ മതി ആ രീതിയിലൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. ഇപ്പോൾ തടവിലാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു 5 ആർട്ടിസ്റ്റിനെ എനിക്ക് ഓൾറെഡി കിട്ടിയിരുന്നു, അറിയുന്ന ആൾക്കാരാണ്. പക്ഷെ ബാക്കിയൊരു 30+ ചെറുതും വലുതായിട്ടുള്ള റോളുകൾ ചെയ്തവരൊക്കെ ടീച്ചറാണ് സജസ്റ്റ് ചെയ്തത്. ബിനു ടീച്ചറാണ്, പുള്ളിക്കാരാണ് കാസ്റ്റിംഗ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തത്. അപ്പോൾ ടീച്ചർ ആളുകൾ പറയും, ഞാൻ പോയിട്ട് കാണും, മറ്റേ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് നോക്കും, ഓഡിഷൻ. എന്നിട്ട് ഓക്കെ ആണെങ്കിൽ നമ്മളവരെ പ്രാക്ടീസിന് വിളിക്കും. അങ്ങനെ 1 മാസത്തോളം റിഹേഴ്സൽ എല്ലാവർക്കും കൊടുത്തു, അങ്ങനെ ഷൂട്ട് ചെയ്തു. സിനിമയ്ക്ക് മുമ്പ് 1 മാസം കണ്ടിന്യൂസ് എല്ലാ ആർട്ടിസ്റ്റും വെച്ച് റിഹേഴ്സൽ ഡയലോഗുകൾ എല്ലാ ആർട്ടിസ്റ്റിനും ഡയലോഗ്സ് അടക്കം റിഹേഴ്സൽ ഉണ്ടായിരുന്നു. അത് ഈ ഷൂട്ടിംഗ് പ്രോസസ്സിനെ കുറച്ച് ഈസി ആക്കിയിട്ടുണ്ടാവും. പിന്നെ അത് നമ്മള് ഇപ്പോൾ പടത്തിലൊരു 90% ആളുകളും പുതുതായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരാണ്, ആദ്യമായിട്ട് ക്യാമറ മുമ്പിൽ വരുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ആ പേടി എല്ലാം, പിന്നെ അവർക്ക് സീനുകളെ കുറിച്ചൊക്കെ നല്ല ധാരണ ഉണ്ടായിരിക്കണം. ഇപ്പൊ സെറ്റിൽ വന്നിട്ട് അയ്യോ അതെന്താ അങ്ങനെ, അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഓപ്പൺ ഡിസ്കഷൻ പോലെ എല്ലാവർക്കും കഥ മനസ്സിലാക്കിയതിനു ശേഷം ഒക്കെയാണ് ഷൂട്ടിലേക്ക് വന്നത്. അപ്പൊ ഷൂട്ടിലേക്ക് വരുമ്പോൾ ആർട്ടിസ്റ്റിനെ അറിയാം, ഇന്നതൊക്കെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്, ആ രീതിയിൽ അവർക്ക് അറിയാൻ പറ്റും. അങ്ങനെ. അപ്പൊ അതിന് കുറച്ചുകൂടി ചെലവ് വരില്ലേ? ചെലവ് കുറയാണ് ചെയ്യുക, നമുക്ക് ഷൂട്ടിംഗ് ഡേയ്സിന്റെ എണ്ണം കുറയും. നമുക്ക് റിഹേഴ്സലിനാകുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ആർട്ടിസ്റ്റുകൾ വലിയ വലിയ ആർട്ടിസ്റ്റ് ഒന്നുമല്ല, സാധാരണ ആൾക്കാരല്ല. അവർ വൈകിട്ട് വരും, പ്രാക്ടീസിന് വരും. നമ്മൾ ഒന്നും വേണ്ട, നമുക്ക് ക്യാമറയും ലൈറ്റ് ഒന്നും വേണ്ട, ചുമ്മാ നാടകം ചെയ്യുന്ന പോലെ ചെയ്യും. പക്ഷെ നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് ഒരു ദിവസം എന്ന് പറയുമ്പോൾ അത്രയും വരുമല്ലോ. അപ്പൊ അവിടെ ചെന്നിട്ട് ചെലവഴിക്കുന്ന സമയം നമ്മൾ നേരത്തെ പ്രാക്ടീസിൽ ഉപകരിക്കുന്നു. പക്ഷെ ഇവരൊക്കെ ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് എത്തിക്കുക അങ്ങനെയൊക്കെ ഉള്ളൊരു അതുണ്ട്. അത് ഇപ്പൊ എന്താ വെച്ചാൽ ഒരു സീനിൽ ഇപ്പൊ നമുക്ക് ഇത്രയും ആർട്ടിസ്റ്റ് ഒരുമിച്ച് വരില്ലല്ലോ. അപ്പൊ ഓരോ ദിവസം സിനിമ പോലെ ഷെഡ്യൂൾ ചെയ്യും, ഒരു ദിവസം വരാവും, അങ്ങനെ അങ്ങനെ ആ രീതിയിൽ ചെയ്യും. നിങ്ങളൊരു സൗഹൃദത്തിന്റെ ഒരു കൂട്ടായ്മയിൽ നിന്നുകൂടിയാണല്ലോ ഈ സിനിമ ഉണ്ടാകുന്നത് അല്ലേ? അപ്പം ഇപ്പൊ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പൊ കോളേജിൽ പഠിക്കുമ്പോഴാട്ടെ ഇങ്ങനെ സെയിം ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ ഗ്രൂപ്പ് സജീവമാണോ? അതെ, എന്റെ കൂടെ ഉള്ളവർ തന്നെയാണ് എന്റെ ക്രൂ മെമ്പേഴ്സ്, എന്റെ സുഹൃത്തുക്കൾ തന്നെയാണ്. അപ്പോൾ സിനിമാറ്റോഗ്രാഫർ ആണെങ്കിലും എഡിറ്റർ ആണെങ്കിലും ഒപ്പം വർക്ക് ചെയ്ത ആൾക്കാരാണ്. ചെറുപ്പം മുതലേ മീൻസ് പഠിക്കുന്ന സമയത്ത് ഒപ്പമുള്ള ആൾക്കാരാണ്. തടവിന് ശേഷമുള്ള സിനിമയിലും ഇവരൊക്കെ തന്നെ ഉണ്ട്. ഓക്കെ. ഈ തടവിലേക്ക് വരുമ്പോഴേ അതിലൊരു ഈ പ്രൊഡ്യൂസറെ കണ്ടെത്തുക അല്ലെങ്കിൽ പണം മുടക്കാൻ ആളുകൾ വരിക, അത് എത്രത്തോളം ശ്രമകരമായിരുന്നു, എങ്ങനെയായിരുന്നു? അത് വളരെ ബുദ്ധിമുട്ടാണ്. ആർട്ടിസ്റ്റ് ഇല്ലാത്ത സിനിമ എന്ന് പറയുമ്പോൾ അതിലേക്ക് പൈസ ഇറക്കാൻ ആൾ വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് എൻ്റെ 2 ഷോർട്ട് ഫിലിംസിനും സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു പ്രൊഡ്യൂസർ ഇന്നായതാണ്. പക്ഷെ നമുക്ക് വലിയ ആർട്ടിസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് പുള്ളി താല്പര്യം കാണിച്ചില്ല. പക്ഷെ നമ്മുടെ അപ്പോൾ ഈ സെയിം ഷോർട്ട് ഫിലിംസ് തന്നെ ഫെസ്റ്റിവൽസിൽ നിന്ന് കണ്ട് ആയിട്ടാണ് ഒരാൾ നമ്മൾക്ക് കോ പ്രൊഡ്യൂസറായിട്ട് വന്നത്, പ്രമോദേട്ടൻ. അപ്പോൾ പുള്ളി
അതിര് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം IDSFK എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇന്നാവുന്നത്. ഓക്കെ. അപ്പോൾ ആ രീതിയിലും സഹായിച്ചിട്ടുണ്ട്. ഫെസ്റ്റിവൽ വേദികൾ അങ്ങനെയും ഉപകാരമുണ്ട്. അത് അടിപൊളിയാണല്ലോ അല്ലേ, ഒരാൾ അതിനുവേണ്ടി അത് ആ ഇഷ്ടം തിരിച്ചറിഞ്ഞിട്ട് ആത്മാർത്ഥമായിട്ട് വരിക എന്നുള്ളത്. അത് അല്ലെങ്കിൽ അങ്ങനെ സപ്പോർട്ട് വേണം നമുക്ക്, അല്ലാണ്ട് നമുക്ക് പുഷ് ചെയ്യാൻ പറ്റില്ല. ഈ തടവിന് ശേഷം ഒരു അടുത്ത ഒരു സിനിമയിലേക്ക് പോകുമ്പോഴേ കുറച്ചുകൂടി അത് ഈസി ആയിട്ടുണ്ടോ തോന്നുന്നുണ്ടോ അങ്ങനെ? നമുക്ക് പ്രൊജക്റ്റ് ഓണാക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇപ്പോൾ തടവിന് അങ്ങനത്തെ ഒരു സിനിമ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും വലിയൊരു ബുദ്ധിമുട്ടില്ല. പെട്ടെന്ന് ഓണാക്കി എടുക്കാനൊരു എളുപ്പമുണ്ട് തടവ് പോലത്തെ സിനിമ. മറ്റ് ആർട്ടിസ്റ്റുകളൊക്കെ വരുമ്പോൾ നമുക്ക് അവരുടെ സൗകര്യങ്ങൾ, അവരുടെ സമയം ഇതെല്ലാം കൂടി പരിഗണിക്കുമ്പോൾ അതിൻ്റെതായ സമയം എടുക്കും തോന്നി. ഈ തടവിന് ശേഷം വരുന്ന സിനിമ മീൻസ് ഏകദേശം എഴുത്തൊക്കെ കഴിഞ്ഞിരിക്കുകയാണെന്നല്ലോ, എന്താ അതിൻ്റെ ഒരു ജോണർ എങ്ങനെയാ, എന്തൊക്കെയാ പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? അത് ഒരെണ്ണമല്ല 2-3 ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തടവ് കഴിഞ്ഞിട്ട് ഏകദേശം 1 വർഷമായല്ലോ. അപ്പോൾ ഈ ഒരു സമയം എഴുത്തിലാണ് കൂടുതലും ശ്രദ്ധ കൊടുത്തിരുന്നത്. അപ്പോൾ തടവ് പോലല്ല, ടോട്ടലി വ്യത്യാസത്തിലുള്ള റൊമാൻസ് ഉണ്ട്, അങ്ങനെ പല പല ജോണറിലുള്ള സാധനങ്ങളുണ്ട്. അങ്ങനെ ഇപ്പം പണ്ടിപ്പം എല്ലാ സിനിമയും തിയേറ്ററിൽ പോയി കാണുക അല്ലെങ്കിൽ എന്നും ഓരോ സിനിമ വെച്ച് കാണുക അങ്ങനെ ശീലമുള്ള ആളാന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോഴും ആ ശീലം തുടരുന്നുണ്ടോ? ഇപ്പോഴും ഉണ്ട്, പക്ഷെ എല്ലാ ദിവസവും കാണാൻ പറ്റുന്നില്ല. നമ്മൾ റിലീസാവുന്ന സിനിമകൾ, മേജർ സിനിമകളൊക്കെ നമ്മൾ കാണാൻ ശ്രമിക്കാറുണ്ട്. മറ്റ് ഇപ്പം ഈ OTT പ്ലാറ്റ്ഫോംസിലൊക്കെ സിനിമകൾ ഇപ്പൊ ഒരു സിനിമ കാണുമ്പോൾ എന്തായിരിക്കും ശ്രദ്ധിക്കുക? ഇപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ ആ സിനിമ മാത്രമേ ശ്രദ്ധിക്കുള്ളൂ. പിന്നെ രണ്ടാമത് ഇഷ്ടപ്പെട്ടിട്ട് കാണുമ്പോൾ നമ്മൾ സ്പെസിഫിക്കലി ഇപ്പോൾ അഭിനയമാണെങ്കിൽ അല്ലെങ്കിലും ഏതാണോ നമുക്ക് വർക്കായത്, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും സ്പെസിഫിക്കലി കാണണം, അങ്ങനെ അതിനുവേണ്ടി കാണാറുണ്ട്. അപ്പോൾ ആദ്യം ഒന്ന് വാച്ച് ചെയ്തിട്ട് ഇഷ്ടമാണെങ്കിൽ വീണ്ടും ഒരു പഠനത്തിന്റെ ഭാഗമായിട്ട് കൊണ്ട് കാണാറുണ്ടോ? അത് നമുക്കിപ്പോൾ ചില സിനിമകൾ കാണുമ്പോൾ ചില പോർഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് വർക്ക് ആവുമല്ലോ, അല്ലെങ്കിൽ ചില പെർഫോമൻസ് വർക്ക് ആവാറുണ്ട്, അല്ലെങ്കിൽ ടെക്നിക്കലി ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ഭയങ്കരമായിട്ട് വർക്ക് ആവാറുണ്ട്. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ചുമ്മാ കാണാറുണ്ട്. ആദ്യ സിനിമ കാണുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കുക, കഥ ശ്രദ്ധിക്കുള്ളൂ, നമുക്ക് മനസ്സിലാവുള്ളത്. അപ്പൊ എന്താ നടക്കുന്നുള്ള ചുമ്മാ കണ്ടുപോകും. ഈ ഒരുപാട് സിനിമ ചെയ്ത് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്ത് സിനിമ പഠിച്ച ആളാണ് എന്ന് കേട്ടിട്ടുണ്ട്. ആരുടെയും കൂടെ അസിസ്റ്റ് ചെയ്യാനൊന്നും നിന്നിട്ടില്ല. അപ്പം ഇങ്ങനെ പഠിച്ചതിന്റെ ഒരു സ്വാതന്ത്ര്യം അതൊക്കെ എന്തായിരിക്കും? അത് നമുക്ക് ഇപ്പോൾ പഠിച്ചുള്ള ആൾക്ക് ഇതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ മനസ്സിലാവും. നമുക്ക് അറിയില്ലോ, ഒന്നും അറിയില്ല, അപ്പൊ നേരെ ചെയ്യാം. അപ്പൊ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആദ്യത്തെ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊന്നും അറിയണ്ടായിരുന്നില്ല, നേരെ പോയി ചെയ്യണം. അപ്പൊ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു രസവും സുഖമൊക്കെ ഉണ്ട്. നമ്മൾ ഒന്നും അറിയാണ്ട് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സുഖം, പിന്നെ അത് വർക്കാവുമ്പോൾ ആൾക്കാർക്ക് വർക്കാവുമ്പോൾ ഉള്ളൊരു ഇത്. ഇപ്പൊ തടവാണെങ്കിലും അത്രയും ചെറിയ ചെറിയ സിനിമകൾ ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ വലിയ സപ്പോർട്ടും ഇല്ല, പക്ഷെ അത്രയും കാസ്റ്റിംഗ് ക്രൂവിനെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അതിനൊക്കെ ഈ ഒരു എക്സ്പീരിയൻസ് സഹായിച്ചിട്ടുണ്ട്. ഇപ്പം ടീച്ചർക്ക് നല്ല നടിക്കുള്ള അവാർഡ് ഉർവശി മാമിന്റെ കൂടെ കിട്ടിയെന്ന് പറയുമ്പോൾ അന്ന് പെർഫോമൻസ് കാണുമ്പോഴേ സ്വാഭാവികമായിട്ടും അത്ര ഇഷ്ടപ്പെട്ടാണ് അവരെ കാസ്റ്റ് ചെയ്തതെന്നറിയാം. പക്ഷെ എന്നാൽ പോലും സിനിമയായിട്ട് കാണുമ്പോഴൊക്കെ മനസ്സിലുണ്ടായിരുന്നോ? അല്ല, അതുണ്ടായിരുന്നു. പക്ഷെ അത് ഒന്നാമത് അവാർഡിന്റെ കാര്യം നമ്മുടെ കയ്യിലല്ലേ ഇരിക്കുന്നത്. ആ സമയത്ത് അവർക്ക് ആർക്കാണോ വർക്ക് ചെയ്ത് അവർക്ക് കൊടുക്കും. അപ്പൊ ടീച്ചറോട് ഒരുപാട് പേര് ഇങ്ങനെ സിനിമ കണ്ടിട്ട് ഇത്തവണ ഉറപ്പാ അവാർഡ് ഞാൻ പറയാറുണ്ട്, അത് നോക്കണ്ട, അത് ചിലപ്പോൾ കിട്ടിയൊന്നും വരില്ല. പക്ഷെ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ടീച്ചർക്ക് എന്തെങ്കിലും കിട്ടുമല്ലോ, അതെന്ത് അങ്ങനെ മികച്ച അടിയൊന്നുമില്ല, എന്തെങ്കിലും കിട്ടുമല്ലോ എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. കിട്ടിയപ്പോൾ സന്തോഷമായി. ഈ സിനിമ എപ്പോഴാണ് മനസ്സിൽ കയറിയത്? സിനിമ ചെയ്യണം എന്ന തോന്നലൊക്കെ എപ്പോഴായിരുന്നു? അത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ കുറേ സിനിമകൾ കാണും. പക്ഷെ ഒരു 10ാം ക്ലാസ് 9ാം ക്ലാസ്സൊക്കെ ആയപ്പോഴാണ് ഇതെങ്ങനെയാണ് സംഭവം എന്നൊക്കെ അറിയാനുള്ളൊരു കൗതുകം വന്നത്. ഇത് എങ്ങനെയാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്, ആ ഒരു സാധനമൊക്കെ അപ്പോഴാണ് വന്നത്. അതുവരെ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ആളല്ലേ നോക്കുള്ളൂ, അപ്പൊ അഭിനയിക്കുന്ന ആൾക്കാരെ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുള്ളൂ. പിന്നീട് ഇത് എങ്ങനെ ഷൂട്ട് ചെയ്യും അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണ് പിന്നെ പതുക്കെ ഷോർട്ട് ഫിലിമിൽ ഈ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ ചിലവൊന്നും ഉണ്ടായിരുന്നില്ല, പൈസ ചിലവുണ്ടായിരുന്നില്ല. മിനിമം ചിലവുണ്ട്, യാത്രാ ഭക്ഷണം അതിന്റെ ചിലവുണ്ട്. പക്ഷെ എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മളെ സുഹൃത്തുക്കൾ, ഇപ്പൊ ക്യാമറ ഉള്ള ആളുണ്ടാവും, ലാപ്ടോപ്പുള്ള ആളുണ്ടാവും, അങ്ങനെ അവരൊക്കെ ഒപ്പം നിർത്തിയിട്ട് അങ്ങനെ ചെയ്യായിരുന്നു. അപ്പോൾ എന്തായാലും തടവ് മിസ്സായ ഒരുപാട് പേരുണ്ട്, അന്ന് ഫെസ്റ്റിവലിൽ മിസ്സായ ഒരുപാട് പേരുണ്ട്. പിന്നെ തടവിനെക്കുറിച്ച് വിശേഷങ്ങൾ അറിഞ്ഞിട്ട് തടവ് കാണാൻ കാത്തിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. നല്ല സിനിമ ഇഷ്ടപ്പെടുന്ന വലിയൊരു ഓഡിയൻസ് നമുക്കുണ്ട്. അപ്പോൾ എല്ലാവരും സിനിമ പോയി കാണട്ടെ അല്ലേ? എന്താ പ്രത്യേകിച്ച് പറയാനുള്ള അവരോട്? എന്താ പറയും, എന്തെങ്കിലും പറഞ്ഞു. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാം, നമുക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെയാണ് സിനിമ എടുത്തിട്ടുള്ളത്. ഒരു അവാർഡ് പടം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലേബൽ നിങ്ങൾ കാണരുത്. സിനിമ വളരെ എല്ലാ രീതിയിലും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അപ്പോൾ സിനിമയ്ക്ക് എല്ലാ ആശംസകളും. ഒരുപാട് പേര് സിനിമ ഒന്ന് കണ്ട് കൂടുതൽ തിയേറ്ററിലേക്ക് സിനിമ എത്തട്ടെ. താങ്ക് യു സോ മച്ച്.